കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. വെളിപാട് പുസ്തകം 6-ാം അധ്യായമാണ് നമ്മൾ ഇന്നോട്ട് ധ്യാനിപ്പാനായിട്ട് പോകുന്നത്. നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ ആ വെളിപ്പാടിൻ്റെ ഒരു പ്രത്യേക ഭാഗത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ 1-ാം അധ്യായം ധ്യാനിച്ചപ്പോൾ ഓർത്തു, അതിൻ്റെ 19-ാം വാക്യത്തിൽ ഈ വെളിപ്പാട് പുസ്തകത്തെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നതായിട്ട് നാം കാണുകയുണ്ടായി. 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനിമേൽ സംഭവിപ്പാനിരിക്കുന്നതും. 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട മഹത്വീകരിക്കപ്പെട്ട കർത്താവ് 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നത് യോഹന്നാൻ കണ്ടത് വർണ്ണിച്ചിരിക്കുന്നത് നാം കാണുകയുണ്ടായി. 2-3 അധ്യായങ്ങളിൽ ഇപ്പോഴുള്ളത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ അവയുടെ മധ്യത്തിൽ നടന്ന് അവയെ ക്രമീകരിക്കുന്ന കർത്താവിനെ നാം കാണുകയുണ്ടായി. അതിൻ്റെ ശേഷം 4-ാം അധ്യായം തുടങ്ങി ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഐ വിൽ ഷോ യു ദ തിങ്സ് ദാറ്റ് ഹാസ് ടു ഹാപ്പൻ ഹിയർ ആഫ്റ്റർ. 4-ാം അധ്യായം തുടങ്ങി 3-ാമത്തെ ഭാഗമാണ് മേലാൽ സംഭവിപ്പാനുള്ളത് വെളിപ്പെടുത്തുകയാണ്. എന്നാൽ അത് വെളിപ്പെടുത്തുന്നതിന് മുമ്പ് നമുക്ക് നൽകിയ കാഴ്ചപ്പാട് സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നതാണ്. അത് 4-5 അധ്യായങ്ങളിൽ മേലാൽ സംഭവിക്കുന്ന കാര്യങ്ങളെ വർണ്ണിക്കുന്നതിന് മുമ്പ് ദൈവം സ്വർഗത്തിലെ സിംഹാസനവും അതിൻ്റെ ചുറ്റുമുള്ള പ്രവർത്തനങ്ങളും ആരാധനയും സ്വർഗീയ കാഴ്ചപ്പാട് നമുക്ക് നൽകുകയുണ്ടായി. നാം കഴിഞ്ഞ ദിവസങ്ങൾ അതാണ് ധ്യാനിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഓർക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് ഭൂമിയിൽ ഭീകരമായ വിപത്തുകൾ വിതയ്ക്കുന്ന ആ നാളുകളിൽ ദൈവം അതിനു മുമ്പ് തന്റെ സിംഹാസനത്തെ കാണിച്ചതെന്ന് ചിന്തിക്കുകയുണ്ടായി. ദൈവസിംഹാസന സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുകയാണ്. ദൈവം അനുവദിക്കാതെ യാതൊന്നും സംഭവിക്കുന്നില്ല എന്ന് നാം കാണുകയുണ്ടായി. ഈ ഭൂമിയിലും മാത്രമല്ല, മനുഷ്യ ജീവിതങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും ഒക്കെ സ്വർഗം അനുവദിക്കാതെ, ദൈവസിംഹാസനം അനുവദിക്കാതെ യാതൊന്നും നടക്കില്ല എന്നുള്ളത് നാം ഓർത്തു. ഈ ഭൂമിയിൽ നടക്കുന്ന ഈ വിപത്തുകളുടെ പുറകിൽ ദൈവത്തിൻ്റെ അനുവാദവും ദൈവത്തിൻ്റെ ന്യായവിധിയുമാണെന്നുള്ളതും കാണിച്ചുകൊണ്ട് 4-5 അധ്യായങ്ങളിൽ ആ സിംഹാസനത്തെ നമുക്ക് കാണിച്ചു തരികയായിരുന്നു. നമ്മൾ 5-ാം അധ്യായത്തിൽ കണ്ടു, ദൈവത്തിൻ്റെ കരത്തിൽ അകത്തും പുറത്തും 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു ചുരുള് ഇരിക്കുന്ന കണ്ടു. ആ ചുരുള് മേടിച്ചു നുറുക്കുവാൻ ആരെയും കാണായികയാൽ യോഹന്നാൻ കരഞ്ഞു. ആ പുസ്തകം മേടിപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായി കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ എന്നുള്ളതും അവിടെ എന്തുകൊണ്ടാണെന്നുള്ളതും നാം ചിന്തിച്ചു. ആ ഭാഗത്തിലേക്ക് നാം ഇനി കടക്കുന്നില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ആ ചുരുള് മേടിച്ച് അതിൻ്റെ മുദ്രകൾ പൊട്ടിക്കുവാൻ തുടങ്ങി. ഞാനത് വിശ്വസിക്കുന്നു, ഈ ഭൂമിയോടുള്ള ബന്ധത്തിൽ അതിൻ്റെ അവകാശത്തെ കാണിക്കുന്ന ചുരുളാണ് എന്ന പഴയ നിയമ കാര്യങ്ങളുള്ള ബന്ധത്തിൽ തുലനം ചെയ്യുമ്പോൾ അത് ചിന്തിക്കുന്നത് അതായിരിക്കും കുറച്ചുകൂടി ഉത്തമമെന്ന് ഞാൻ അത് വിശ്വസിക്കുന്നു. ഏതായാലും ഈ മുദ്ര പൊട്ടിക്കാനായിട്ട് തുടങ്ങിയാണ്. നമ്മൾ ആ ഭാഗത്തിലേക്ക് ശ്രദ്ധിക്കുകയാണ്. ഈ മുദ്ര പൊട്ടിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, 7 മുദ്രയും പൊട്ടിച്ച് കഴിഞ്ഞെങ്കിലേ ആ ചുരുള് നൂർന്നു കിട്ടുകയുള്ളൂ. ഇവിടെ 6-ാം അധ്യായത്തിലെ കുഞ്ഞാട് മുദ്രയിൽ 1 പൊട്ടിച്ചു, 2 പൊട്ടിച്ചു, 3 പൊട്ടിച്ചു. ഇങ്ങനെ ആ മുദ്രകൾ കർത്താവ് തുറക്കുന്നതായിട്ട് നാം കാണുകയാണ്. 6-ാം അധ്യായത്തെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 6-ാമത്തെ മുദ്ര വരെ പൊട്ടിക്കുന്നത് നാം അവിടെ കാണുന്നു. അതിന് 12-ാം വാക്യത്തിൽ 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ നോക്കുക, ഈ മുദ്രകൾ 7 പൊട്ടിച്ചെങ്കിൽ മാത്രമേ അത് പൂർണ്ണമായി നൂർന്നു കിട്ടുകയുള്ളൂ. എന്നാൽ ഈ ഭാഗത്ത് മുദ്രകൾ പൊട്ടിക്കുമ്പോൾ തന്നെ സംഭവിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. ഈ മുദ്രകൾ പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്ന ആ ശിക്ഷകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യുദ്ധമ്, ക്ഷാമമ്, മരണമ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞകാല ചരിത്രത്തിൽ ഒക്കെ മനുഷ്യ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യവുമാണ്. മരണം സംഭവിക്കുന്നുണ്ട്, യുദ്ധം സംഭവിക്കുന്നുണ്ട്, ഡിസെപ്ഷൻ അല്ലെങ്കിൽ കബളിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ചരിത്രത്തിൽ സംഭവിച്ചെങ്കിലും ഈ സംഭവം തുടങ്ങുമ്പോൾ, കുഞ്ഞാട് മുദ്ര പൊട്ടിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ ഇന്റൻസിറ്റി സിവിയറായി മാറുകയാണ്. അതിൻ്റെ ഭീകരമായ പ്രവർത്തനം അതിൻ്റെ ഭയങ്കരമായ നിലയിലേക്ക് ഉയരുകയാണ്. ഇന്റൻസിറ്റി വളരെ വർദ്ധിക്കുന്നതായിട്ട് നാം കാണുന്നു. എന്നാൽ ഇനിയും നമുക്ക് ഒരു സാമാന്യമായ ജ്ഞാനമായ ന്യായവിധിയെക്കുറിച്ച് ഉണ്ടാകണം. 3 വിധമായ 3 സീരീസ് ഓഫ് ജഡ്ജ്മെന്റ്സ്, 3 വിധമായ ന്യായവിധിയാണ് ഇനി നമുക്ക് വെളിപ്പെടുത്തുന്നത്. ആദ്യം 7 മുദ്ര പൊട്ടിച്ചപ്പോൾ സംഭവിക്കുന്ന ന്യായവിധി.
ഏഴാമത്തെ മുദ്രയിൽ നിന്ന് 7 കാഹളം ധ്വനിപ്പിക്കുമ്പോൾ ദൂതന്മാരെ കാണുന്നു. അവർ ധ്വനിപ്പിക്കുമ്പോൾ സംഭവിക്കുന്ന ന്യായവിധി. 7ാമത്തെ കാഹളത്തിൽ നിന്ന് 7 ക്രോധകലശം ഒഴിക്കുമ്പോൾ സംഭവിക്കുന്ന ന്യായവിധി. അപ്പോൾ 3 സീരീസ് ഓഫ് ജഡ്ജ്മെന്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ മധ്യത്തിലെ പരന്തസിസ് അല്ലെങ്കിൽ പരന്തറ്റിക് എന്ന് പറയുന്ന ഇടയ്ക്ക് വന്നിരിക്കുന്ന അധ്യായങ്ങളും വിഷയങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ആ ഭാഗത്തിൽ വരുമ്പോൾ അതിനെക്കുറിച്ച് ഓർക്കാം. ദൈവം എന്തുകൊണ്ടാണ് അങ്ങനെ ഈ ഇടയ്ക്ക് മറ്റു ചില വിഷയങ്ങൾ കൂടെ ചേർത്ത് പറഞ്ഞെന്ന് ഓർക്കാൻ സാധിക്കും. എന്നാൽ ഒരു സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആദ്യം 7 മുദ്ര പൊട്ടിച്ചപ്പോഴുള്ള ന്യായവിധി, 7ാമത്തെ മുദ്രയിൽ നിന്ന് 7 കാഹളം ധ്വനിപ്പിക്കുന്ന ദൂതന്മാർ കടന്നു വരും നമ്മൾ കാണുന്നു. നമ്മൾ 6ാം അധ്യായത്തില് 6 മുദ്ര വരെ പൊട്ടിക്കുന്നത് നാം കാണുന്നുണ്ട്. എന്നാൽ 7ാമത്തെ മുദ്ര 8ാം അധ്യായം നോക്കി, ചാപ്റ്റർ 8 8ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ എന്ന് 7ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂർ മൗനതയുണ്ടായി. അപ്പോൾ ദൈവസേനയിൽ 7 ദൂതന്മാർ നിൽക്കുന്ന ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം കിട്ടി. ഇനി 6ാം വാക്യം, 7 കാഹളമുള്ള ദൂതന്മാർ 7 കാഹളം ഊതുവാൻ ഒരുങ്ങി. 1ാമത്തെ നൂതി, അപ്പോൾ 2ാമത്തെ നൂതി, അപ്പോൾ ഇങ്ങനെ ഈ 7ാമത്തെ മുദ്രയിൽ നിന്ന് 7 കാഹളം ധ്വനിപ്പിക്കുമ്പോൾ ലോകത്തിൽ സംഭവിക്കുന്ന ന്യായവിധിയാണ് പിന്നെ വെളിപ്പെടുത്തുന്നത്. ഇനി നമുക്ക് 7ാമത്തെ കാഹളം ധ്വനിപ്പിക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. 7th ട്രംപറ്റ് ബ്ലോ ചെയ്യുമ്പോൾ അതിന്റെ 11ാം അധ്യായത്തിന്റെ 15ാം വാക്യം നോക്കി. 11ന്റെ 15ാമത്തെ വാക്യത്തില് 7ാമത്തെ ദൂതൻ ഊതിയപ്പോൾ, 7ാമത്തെ ദൂതൻ ഊതുകയാണ്. നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കുക, 7 മുദ്രകൾ പൊട്ടിക്കുമ്പോഴുള്ള ന്യായവിധി, 7ാമത്തെ മുദ്രയിൽ നിന്ന് 7 കാഹളം ധ്വനിപ്പിക്കുമ്പോൾ വരുന്ന ന്യായവിധി കടന്നു വരുന്നു. എന്നാൽ 7ാമത്തെ ദൂതൻ ഊതുമ്പോൾ നമ്മൾ പിന്നീട് വായിക്കുന്നത് 15ാം അധ്യായം നോക്കുക. പിന്നെ വരുന്നതിന്റെ ഇടയ്ക്ക് പറഞ്ഞിരിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ്. അതിന്റെ 15ാം അധ്യായത്തിന്റെ 5 തൊട്ടുള്ള വാക്യം, 15ന്റെ 5 തൊട്ട്, അതിന്റെ ശേഷം എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിലെ സാക്ഷി കൂടാരമായ ദൈവാലയം തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. 7 ബാധയുള്ള 7 ദൂതന്മാർ ശുദ്ധവും ശുഭവുമായി ശണവസ്ത്രം ധരിച്ച് മാറത്ത് പൊൻകൊച്ച കെട്ടിയുമായി ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ 4 ജീവികളിൽ ഒന്ന് എന്നേക്ക് ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം 7 ദൂതന്മാർക്ക് കൊടുത്തു. 16ാം വാക്യം, നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിപ്പീനെന്ന് ഒരു മഹാശബ്ദം ദൈവാലയത്തിൽ നിന്ന് 7 ദൂതന്മാരോട് പറയുന്ന ഞാൻ കേട്ടു. അപ്പോൾ വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം, ഈ 7ാമത്തെ ക്രോധകലശങ്ങൾ ഒഴിക്കാൻ തുടങ്ങുമ്പോൾ 16ാം അധ്യായത്തിന്റെ 17ാം വാക്യം നോക്കിയേ. 16ന്റെ 17ാം വാക്യം, 7ാമത്തവൻ തന്റെ കലശം ആകാശത്തൊഴിച്ചു, അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന ഒരു മഹാശബ്ദം ദേവാലയത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് വന്നു. ഇറ്റ് ഈസ് ഡൺ, ഇറ്റ് ഈസ് ഡൺ. 7ാമത്തെ ആ ക്രോധകലശങ്ങളുടെ ഒഴിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗത്തിൽ നിന്ന് വലിയ ശബ്ദം, ഇറ്റ് ഈസ് ഡൺ, അത് സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ 1ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ അവിടെ ആന്റിസിപ്പേറ്റ് ചെയ്യുകയാണ് എന്തോ സംഭവിക്കാൻ. എന്താണ് സംഭവിക്കേണ്ടത്? ഈ 7 വിധമായ 3 സീരീസ് ഓഫ് ജഡ്ജ്മെന്റും കഴിഞ്ഞ് 7ാമത്തെ അവസാനത്തെ 7ാമത്തേത് നടക്കുവാൻ തുടങ്ങുമ്പോൾ ഇറ്റ് ഈസ് ഡൺ, അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ 19ാം അധ്യായത്തിന്റെ 11ാം വാക്യത്തിൽ അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നതും ഒരു വെള്ളക്കുതിര പ്രത്യക്ഷപ്പെടുന്നതും കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുന്നതും 19ന്റെ 11ാം വാക്യം തുടങ്ങി വെളിപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ കുഞ്ഞാട് മുദ്ര മേടിച്ച് അത് പൊട്ടിച്ചു തുടങ്ങുമ്പോൾ അവിടെ ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന കാര്യം യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവാണ്. കർത്താവായ യേശുക്രിസ്തു മടങ്ങി വന്ന് ലോകരാജ്യത്വം ഏറ്റെടുക്കുക എന്നുള്ള വലിയ വിഷയമാണ്. അത് 7ാമത്തെ ക്രോധകലശം ഒഴിക്കാൻ തുടങ്ങുമ്പോൾ അത് സംഭവിച്ചു തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുവാൻ എല്ലാ വഴികളും ഒരുക്കി കൊടുക്കുകയാണ്. ആ സമയമാകുമ്പോഴത്തേക്കും ഈ ലോകം തകർന്ന് തരിപ്പണമായി വലിയ ന്യായവിധിയുടെ അച്ചുതണ്ടിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ അതിന്റെ സ്ഥാനത്ത് നിന്ന് തന്നെ ലോകം ഇളകി അത് റീൽ ചെയ്ത് കറങ്ങി ഭൂമിയിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത അത്ര ഭീകരമായ വിപത്തുകൾ സംഭവിച്ച് കഴിയുമ്പോൾ യേശുക്രിസ്തു മടങ്ങി വരുന്ന സംഭവം നമ്മൾ തിരുവചനത്തിൽ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ 6ാമത്തെ അധ്യായം തുടങ്ങി മേലാൽ സംഭവിക്കാനുള്ളത്, ഇനിമേൽ സംഭവിക്കാനുള്ളത്, തിങ്സ് ദാറ്റ് ഹാസ് ടു ഹാപ്പൻ ഹിയർ ആഫ്റ്റർ, യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവാണ് വിഷയം. എന്നാൽ യേശുക്രിസ്തു മടങ്ങി വരുന്നതിന് മുമ്പ് തനിക്ക് നൽകപ്പെട്ട ഈ ലോകത്തിന്റെ അധിപനായി നിയമിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തു, അവൻ ഈ ലോകത്തിൽ വന്നു. ഈ ലോകത്തിന്റെ അധിപൻ അവനാണ്. എന്നാൽ അവനെ ഈ ലോകം തിരസ്കരിച്ചു, ക്രൂശിച്ചു എന്ന് മാത്രമല്ല, പൈശാചികൻ ഈ ലോകത്തിന്റെ അധികാരം കബളിപ്പിച്ച് മനുഷ്യൽ നിന്ന് കവർന്നെടുത്ത്
ഈ ലോകത്തിന്റെ അധിപനായി സാത്താൻ തീർന്നുവെങ്കിൽ 19 അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അവൻ ഈ ഭൂമിയുടെ അധികാരം ഏറ്റെടുത്ത് രാജാവായി ഭൂമിയിലേക്ക് മടങ്ങി വന്ന് ലോകരാജ്യത്വം ഏറ്റെടുക്കുകയാണ്. മറ്റൊരു വിധത്തിൽ ചിന്തിച്ചാൽ പൈശാചികന്റെ കയ്യിൽ നിന്ന് അവൻ പിടിച്ചെടുക്കുന്ന സംഭവമാണ്. എന്നാൽ ഈ വിഷയങ്ങളിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ. ഈ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക പദമുണ്ട്, യഹോവയുടെ നാൾ, ദ ഡേ ഓഫ് ദ ലോർഡ്. ദ ഡേ ഓഫ് ദ ലോർഡ്, യഹോവയുടെ നാൾ എന്നുള്ളൊരു പദം ആവർത്തിച്ച് പഴയ നിയമ പുതിയ നിയമങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന നമ്മൾ കാണുന്നു. എന്നാൽ ആ പദം ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ പഴയ നിയമത്തിൽ ശ്രദ്ധിച്ചാൽ സാധാരണ മനുഷ്യ ചരിത്രത്തിൽ ദൈവം ഇന്റർവീൻ ചെയ്ത് ന്യായവിധിയിൽ കൂടെ തന്റെ ജനത്തെ വിടുവിച്ച് ശത്രുക്കളെ നിഗ്രഹിക്കുന്ന സംഭവങ്ങൾക്ക് പഴയ നിയമത്തിൽ ദ ഡേ ഓഫ് ദ ലോർഡ്, യഹോവയുടെ നാൾ എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അനേക വാക്യങ്ങളും തെളിവുകളും ആ വിധത്തിലുണ്ട്. ദൈവം ചരിത്രത്തിൽ അങ്ങനെ ഇടപെട്ട് ന്യായവിധികൾ നടത്തുകയോ ഭീകരമായ സംഭവങ്ങൾ ഈ ലോകത്തിൽ നടത്തുകയോ ചെയ്യുന്നില്ല. എന്നാൽ ദൈവം പഴയ നിയമത്തിൽ തന്റെ ജനത്തെ വിടുവിച്ച സന്ദർഭങ്ങളുണ്ട്. ബാബിലോണെ എഴുന്നേൽപ്പിച്ച് ഈജിപ്തിനെ ന്യായം വിധിക്കുന്നതും, ബാബിലോണെ എഴുന്നേൽപ്പിച്ച് യഹൂദയെ ന്യായം വിധിക്കുന്നതും, അസിറിയെ എഴുന്നേൽപ്പിച്ച് വടക്കുള്ള ഇസ്രയേലിനെ ന്യായം വിധിക്കുന്നതും ഒക്കെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെയൊക്കെ ദൈവത്തിന്റെ പ്രത്യേക ഇടപെടൽ ചരിത്രത്തിൽ വരുമ്പോൾ ഈ ലോകത്തിൽ തന്നെയുള്ള രാജ്യങ്ങളെ എഴുന്നേൽപ്പിച്ച് ന്യായവിധി നടത്തുമ്പോൾ അതിന് പറഞ്ഞിരിക്കുന്ന ഒരു പേര് ദ ഡേ ഓഫ് ദ ലോർഡ് എന്നുള്ളതാണ്. ഈ സംഭവങ്ങൾ വെളിപ്പെടുത്തുമ്പോഴും ഇവിടെ യഹോവയുടെ നാൾ തുടങ്ങിയാണ്, അല്ലെങ്കിൽ ദ ഡേ ഓഫ് ദ ലോർഡ് ആരംഭിക്കുകയാണ്. ഭാവിയിൽ ഇത് സംഭവിക്കുന്നത് ഈ കർത്താവിന്റെ നാള് ഭയങ്കരമായ സംഭവങ്ങളോടുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന പോലെ തന്നെ പുതിയ നിയമത്തിലും അത് വെളിപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമത്തിൽ കർത്താവിന്റെ നാൾ ഈ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഏകദേശം രണ്ടും തുലനമായിട്ട് പോകുന്നതായിട്ട് കാണും. ആ വിഷയം എടുത്താൽ വേറെ ഒരു ദീർഘമായൊരു പഠനമായി പോകും. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. എന്നാൽ വചനത്തിൽ ഒരു കാര്യം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്, നമ്മളിത് സൂക്ഷിച്ച് വായിക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു. ഞാനത് കഴിഞ്ഞൊരു ദിവസം വചനത്തിൽ നിന്ന് ആ വാക്യം എന്നെ പ്രത്യേക ശ്രദ്ധയിൽപ്പെട്ടു. വേണമെങ്കിൽ നമുക്കത് വായിച്ചു നോക്കാം. യെശയ്യാ പ്രവചനം 28:22 ദൈവം ഇങ്ങനെ ന്യായം വിധിക്കുവാനായിട്ട്, ഭാവിയിൽ ന്യായം വിധിക്കാനായിട്ട് ഒരുക്കി വച്ചിരിക്കുന്ന ദിവസത്തെ ദൈവമക്കൾ സൂക്ഷിച്ചൊന്നും പഠിക്കണം, മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഐസയ്യാ ചാപ്റ്റർ 28, യെശയ്യാ പ്രവചനം 28 അധ്യായത്തിന്റെ അതിന്റെ 22-23 വാക്യത്തില് നമുക്കൊന്ന് വായിക്കാം. ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകാതെ ഇരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികൾ ആയിരിക്കരുത്. സർവ്വഭൂമിയിലും വരുവാൻ നിർണയിച്ചിട്ടുള്ള ഒരു സംഹാരത്തെക്കുറിച്ച് ഞാൻ സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിൽ നിന്ന് കേട്ടിരിക്കുന്നു. ചെവി തന്ന് എന്റെ വാക്ക് കേൾപ്പീൻ, ശ്രദ്ധ വെച്ച് എന്റെ വചനം കേൾപ്പീൻ. സർവ്വഭൂമിയിലും വരുവാനുള്ള സൈന്യങ്ങളുടെ യഹോവയുടെ സംഹാരം. നമ്മൾ വെളിപാട് ദിവസം 6 അധ്യായം തുടങ്ങി വായിക്കുന്നത് സർവ്വഭൂമിയിലും വരുന്ന യഹോവയുടെ സൈന്യങ്ങളുടെ യഹോവയുടെ സംഹാരമാണ്. വെളിപാട് ദിവസം 3 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ ദൈവസഭയോട് കർത്താവ് വാക്ക് പറഞ്ഞു, സർവ്വഭൂമിയിലും വരുവാനുള്ള പരീക്ഷകാലത്ത് ഞാൻ നിന്നെ കാക്കും. നോക്കുക, സർവ്വഭൂതലത്തിലും മനുഷ്യവർഗത്തിന് പരിശോധനകളും പരീക്ഷകളും വന്നിട്ടുണ്ട്. ദൈവസഭയ്ക്കും ശോധനകൾ അവിടെ ഇവിടെയായി വന്നിട്ടുണ്ട്. എന്നാൽ വെളിപാട് ദിവസം 3 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ ഫിലദൽഫിയ സഭയുള്ള ബന്ധത്തിൽ കർത്താവ് വാക്ക് പറയുന്നുണ്ട്, സർവ്വഭൂമിയിലും വരുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. ഐ വിൽ കീപ് യു ഫ്രം ദ അവർ ഓഫ് ട്രയൽ വിച്ച് ഈസ് ഗോയിങ് ടു കം ഓൺ ദ ഹോൾ വേൾഡ്. ഇവിടെ യെശയ്യാ പ്രവചനം 28 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു 28-22 സർവ്വഭൂമിയിലും വരുവാൻ നിർണയിച്ചിട്ടുള്ള ഒരു സംഹാരത്തെക്കുറിച്ച് ഞാൻ സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിൽ നിന്ന് കേട്ടിരിക്കുന്നു. അപ്പൊ സർവ്വഭൂമിയിലും വരുവാൻ ദൈവം നിർണയിച്ചിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചാണ് ഇവിടെ പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്നത്. ആ ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞിട്ട് 23 വാക്യത്തിൽ ദൈവജനത്തോട് ആവശ്യപ്പെട്ടു, ചെവി തന്ന് എന്റെ വാക്ക് കേൾപ്പീൻ, ശ്രദ്ധ വെച്ച് എന്റെ വചനം കേൾപ്പീൻ. അപ്പൊ ദൈവം തന്നെ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ദൈവം ഇത് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. പലരും ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ഈ വെളിപാട് ദിവസം 6 അധ്യായം തുടങ്ങി പഠിക്കുന്നത്? സാധാരണ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ വിഷയമൊന്നും സാധാരണ എടുത്ത് പഠിക്കാറോ പ്രസംഗിക്കാറോ ഇല്ല. ഞാൻ നേരത്തെ ഓർപ്പിച്ചിട്ടുണ്ട്, പല വീടുകളിലും എനിക്കറിയാം വേദപുസ്തകം തന്നെ വായിച്ചാൽ യൂദയുടെ ലേഖനം വരെ വായിച്ചിട്ട് വീണ്ടും മത്തായിയോ ഉൽപ്പത്തിയിലോ വായന തുടങ്ങും. ഈ വെളിപാട് ദിവസം വായിക്കാറില്ലേ? പ്രസംഗിക്കുമ്പോഴും ഈ 6 അധ്യായം തുടങ്ങി സാധാരണ പ്രസംഗിച്ച് നമ്മൾ കേൾക്കാറില്ല. എന്നാൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു, ഇത് ശ്രദ്ധ വെച്ച് നിങ്ങൾ കേട്ടുകൊള്ളുവാനും ശ്രദ്ധ വെച്ച് മനസ്സിലാക്കിക്കൊള്ളുവാനായിട്ടും പറയുമ്പോൾ
ദൈവം സർവ്വമിലും വരുത്താനുള്ള ഒരു സംഹാരത്തെക്കുറിച്ച്, മനുഷ്യന് വരുന്ന ഭയങ്കര ന്യായവിധിയെക്കുറിച്ച് ദൈവം മനുഷ്യനെ വീണ്ടും ഓർപ്പിക്കുകയാണ്. അതിന് പറഞ്ഞിരിക്കുന്ന പേരാണ്, ദൈവം മനുഷ്യ ചരിത്രത്തിൽ ഇന്റർവീൻ ചെയ്ത് ന്യായവിധി നടത്തുന്ന ദിവസത്തിന്റെ പേരാണ് ദ ഡേ ഓഫ് ദ ലോർഡ്, യഹോവയുടെ നാൾ എന്നുള്ളത് കാണാം. ഒരു ഭാഗം മാത്രം ഞാൻ യെശയ്യാവിൽ നിന്നൊന്ന് കാണിക്കാം. അതിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. യെശയ്യാപ്രവചനം 2-ാം അധ്യായം നോക്കാം. യെശയ്യാപ്രവചനം 2-ാം അധ്യായം, ഐശയ്യാ ചാപ്റ്റർ 2. 2-ാം അധ്യായത്തില് അതിന്റെ 10 തൊട്ടുള്ള വാക്യമാണ്. 10 തൊട്ട് 22 വരെ വായിച്ചാലേ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. യഹോവയുടെ നാളിനെ കുറിച്ചുള്ള ഒരു ദിവസം ദൈവം എഴുന്നേറ്റ് ഭൂമിയെ ന്യായം വിധിക്കുന്ന ആ ന്യായവിധിക്കാണ് ഇപ്പോൾ പറഞ്ഞിരുന്ന ദ ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത്. അത് യെശയ്യാവ് 2-ന്റെ 10 തൊട്ട് വായിച്ചാൽ അറിയാം. യഹോവയുടെ ഭയങ്കരത്വ നിമിത്തവും അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും നീ പാറയിൽ കടന്ന് മണ്ണിൽ ഒളിച്ചുകൊള്ളുക. മനുഷ്യരുടെ നിഗളിച്ച കണ്ണുകൾ താഴും, പുരുഷന്മാരുടെ ഉന്നത ഭാവം കുനിയും. യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. സൈന്യങ്ങളെ യഹോവയുടെ നാൾ ഗർവവും ഉന്നത ഭാവമുള്ള എല്ലാറ്റിന്മേലും നിഗളമുള്ള എല്ലാറ്റിന്മേലും വരും. അവ താണുപോകും. ലെബനോനിലെ പൊക്കവും ഉയരമുള്ള സകല ദേവദാരുകളിന്മേലും ബാശാനിലെ എല്ലാ കരുവേലകന്മേലും ഉയർന്നിരിക്കുന്ന സകല പർവ്വതങ്ങളിന്മേലും ഉയരമുള്ള എല്ലാ കുന്നുകളിന്മേലും ഉന്നതമായ സകല ഗോപുരങ്ങളിന്മേലും ഉറപ്പുള്ള എല്ലാ മതിലിന്മേലും എല്ലാ തർശീശ് കപ്പലിന്മേലും മനോഹരമായ സകല ശൃംഗാര ഗോപുരത്തിന്മേലും വരും. അപ്പോൾ മനുഷ്യന്റെ ഗർവം കുനിയും, പുരുഷന്മാരുടെ ഉന്നതഭാവം താഴും. യഹോവ മാത്രമെന്നാളിൽ ഉന്നതമായിരിക്കും. മിഥ്യാമൂർത്തികളോ അശേഷമില്ലാതെയാകും. യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവർ അവന്റെ മഹാഭയങ്കരത്വ നിമിത്തവും അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും പാറകളുടെ ഗുഹകളിലും മണ്ണിലെ പോതുകളിലും കടക്കും. യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവന്റെ മഹാഭയങ്കരത്വ നിമിത്തവും അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും പാറകളിലും ഗുഹാരങ്ങളിലും പൊട്ടിയ പാറകളിലും വിള്ളലുകളിലും കടക്കേണ്ടതിന് തങ്ങൾ നമസ്കരിപ്പാൻ വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ഉണ്ടാക്കിയ മിഥ്യാമൂർത്തികളെ മനുഷ്യരാ നാളിൽ തുരപ്പനിലേക്കും നരിച്ചീറിനും എറിഞ്ഞുകളയും. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവീൻ, അവനെ എന്തു വില മതിപ്പാനുള്ളൂ. യഹോവ മാത്രമെന്നാളിൽ ഉന്നതമായിരിക്കും. യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുന്നു. യഹോവയുടെ ഭയങ്കരത്വം. ദൈവം ന്യായവിധിക്കായിട്ട് ചരിത്രത്തിൽ എഴുന്നേൽക്കുന്ന ഒരു പ്രസ്താവനയാണ് പ്രവാചകനോട് വരച്ചു കാണിക്കുന്നത്. അവന്റെ ഭയങ്കരത്വം, യഹോവ മാത്രം ഉന്നതമായിരിക്കുന്നതും മൂക്കിൽ ശ്വാസമുള്ള ഒരു മനുഷ്യനും എത്ര ഉന്നതനും നിൽക്കുവാൻ സാധ്യമല്ലാത്ത ദൈവത്തിന്റെ ഭയങ്കരമായ ഇടപെടിയിലാണ് ദ ഡേ ഓഫ് ദ ലോർഡ്, യഹോവയുടെ ദിവസം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ നാളുകളിൽ ചരിത്രത്തിൽ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ദീർഘമായി പഴയ നിയമ പഠനങ്ങളിൽ നമുക്ക് വെളിപ്പെടുത്തി ദൈവം തന്നിരിക്കുന്ന ഒരു ചിത്രമാണ്. അത് തന്നെയാണ് അതിന്റെ എല്ലാം, ആ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതിന്റെ എല്ലാം ഒരു പൂർത്തീകരണം. അതിന്റെ കൃത്യമായി ദൈവം ക്രമീകരിച്ചിരിക്കുന്ന ന്യായവിധിയാണ് ഈ 6-ാം അധ്യായം തുടങ്ങി സംഭവിക്കുന്ന കാര്യം. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച പോലെ, ഓർത്ത പോലെ, ഇത് സംഭവിക്കുമ്പോൾ കർത്താവിന്റെ ജനം ഈ ഭൂമിയിൽ ഇല്ലായിരിക്കും. വളരെ പ്രത്യാശാജനകമായ, വളരെ ആശ്വാസജനകമായ കാര്യം. ഇത്ര ഭയങ്കരമായ പ്രഭനിമിത്തം സൈന്യങ്ങളുടെ യഹോവ എഴുന്നേൽക്കുന്ന ദിവസം, ന്യായവിധിപ്പാൻ എഴുന്നേൽക്കുന്ന ദിവസം അവൻ തന്റെ ജനത്തെ കാക്കും എന്ന് നമുക്ക് വാഗ്ദത്തം ചെയ്തു. നമ്മൾ നേരത്തെ പഠിച്ചു. നോഹയുടെ കാലം പോലെ, ലോത്തിന്റെ കാലം പോലെ അവരെ വിടുവിച്ചു കഴിയുമ്പോൾ ന്യായവിധി ലോകത്തിൽ കടന്നു വരും. എന്നാൽ ഈ ഭയങ്കരമായ ദിവസം നമ്മൾ യോവേലിന്റെ പ്രവചനം വായിച്ചാൽ, വീണ്ടും പുതിയ നിയമത്തിലും കർത്താവ് പറഞ്ഞ വാക്കുകളിലും വെളിപാട് പുസ്തകത്തിലും ഉണ്ട്, ഒരു ഡാർക്ക്നെസ്, അതായത് അന്ധതയുള്ളൊരു ദിവസമാണ്. യോവേലിൽ നിന്ന് മാത്രം ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. യോവേൽ 3-ന്റെ 1 തൊട്ട് 16 വരെ വായിച്ചാൽ ഈ ദിവസത്തിന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് സൂര്യൻ ഉദിക്കാത്ത ദിവസം, സൂര്യൻ മറഞ്ഞു പോകുന്ന, പ്രകാശം കൊടുക്കാത്ത ദിവസമാണ്. യോവേൽ പ്രവചനം നമ്മൾ വായിച്ചാൽ അതിന്റെ 3-ാം അധ്യായത്തില് 1 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. 14-ാം വാക്യം നോക്കാം. വിധിയുടെ താഴ്വരയിൽ അസംഖ്യ സമൂഹം കടന്ന് വിധിയുടെ താഴ്വരയിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. കണ്ടോ, ദ ഡേ ഓഫ് ദ ലോർഡ്, യഹോവയുടെ ദിവസം. സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകുന്ന നാൾ, നക്ഷത്രങ്ങൾ പ്രകാശം നൽകുകയില്ല. യഹോവ സിയോനിൽ ഗർജിച്ച് യെരൂശലേമിൽ തന്റെ നാദം കേൾപ്പിക്കും. ആകാശവും ഭൂമിയും കുലുങ്ങിപ്പോകും. എന്നാൽ യഹോവ തന്റെ ജനത്തിന് ശരണവും ഇസ്രായേൽ മക്കൾക്ക് ദുർഗവുമായിരിക്കും. ഹി വിൽ ബി എ ഷെൽട്ടർ ആൻഡ് ഹി വിൽ ബി എ സ്ട്രെങ്ത് ടു ഹിസ് പീപ്പിൾ. തന്റെ ജനത്തിന് വിടുതൽ കൊടുക്കുന്ന ദിവസമാണെന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നു, സൂര്യനും ചന്ദ്രന്മാർ പ്രകാശം കൊടുക്കാത്തൊരു ദിവസം. ദ ഡാർക്ക് സൈഡ് ഓഫ് ദ ഡേ ഓഫ് ദ ലോർഡ്. യഹോവയുടെ ദിവസത്തിന്റെ ഒരു ഡാർക്ക് സൈഡുണ്ട്. ആ ഡാർക്ക് സൈഡാണ് വെളിപാട് പുസ്തകത്തിൽ 6-ാം അധ്യായം തുടങ്ങി എടുത്തു പറയുന്നതെങ്കിൽ
ഈ ഡാർക്ക് സൈഡിന് എപ്പോഴും വചനത്തിൽ ഒരു ഡോൺ അല്ലെങ്കിൽ ഒരു പ്രകാശത്തിന്റെ ഭാഗമുണ്ട്. ദർ ഇസ് എ സൈഡ് ഓഫ് ലൈറ്റ്. ഇസ്രായേലിന്റെ ദിവസങ്ങളെ കുറിച്ച് നമ്മൾ ഓർത്താൽ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നു, സന്ധ്യ കഴിഞ്ഞാൽ ഒരു ഉഷസ്സാണ് പറയുന്നത്. സന്ധ്യ കഴിഞ്ഞു ഉഷസ്സുമായി. വചനത്തിലും അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ യഹോവയുടെ ദിവസത്തിന്റെ ഡാർക്ക് സൈഡ് പറഞ്ഞിട്ട് പിന്നീട് അതിന്റെ ലൈറ്റുള്ള സൈഡ് എന്ന് പറയുന്നത്, ഡോൺ എന്ന് പറയുന്നത്, അതേ അധ്യായത്തിൽ 21 വാക്യം നോക്കി. അതേ അധ്യായത്തിന്റെ ഈ സൂര്യൻ ഇരുണ്ടു പോകുന്ന ആ സമയം പറഞ്ഞ ശേഷം 21 വാക്യം, ഞാൻ പോക്കിയിട്ടില്ലാത്ത അവരുടെ രക്തപാതകം ഞാൻ പോക്കും, യഹോവ സിയോനിൽ വസിച്ചുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് എ ലൈറ്റ് സൈഡ് ഓഫ് ദ ഡേ ഓഫ് ദ ലോർഡ്. യഹോവ സിയോനിൽ വസിച്ചുകൊണ്ടിരിക്കും. നോക്കിയേ, ന്യായം വിധിക്കാൻ ദൈവം എഴുന്നേറ്റ് ഭയങ്കരമായ ന്യായവിധി നടത്ത് ഈ ഭൂമി ഇരുണ്ടു പോകുന്ന ഒരു ദിവസം, അന്ന് അതിന്റെ പ്രകാശപൂരിതമായ ഭാഗമെന്ന് പറയുന്നത് ദൈവം മടങ്ങി വന്ന് സിയോനിൽ വസിച്ചുകൊണ്ടിരിക്കും. യെരുശലേമിൽ അവൻ വസിക്കും. അത് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ പോലെ കർത്താവ് മടങ്ങി വന്ന് ഈ ഭൂമിയിൽ രാജാവായി 1000 വർഷം ഭരിക്കുന്ന സമയമാണ്. അപ്പോൾ യഹൂദന്റെ ദിവസം സന്ധ്യയായി കഴിഞ്ഞാൽ, രാത്രിയായാൽ ഉഷസ് ആയി മാറുകയാണ്. മനോഹരമായി അത് പറയുന്നു. ഈ യഹോവയുടെ ദിവസം, ആ പ്രകാശപൂരിതമായ ദിവസവും പത്രോസ് രേഖപ്പെടുത്തി. 2 പത്രോസ് 3:10 ഈ യഹോവയുടെ ദിവസം, ദ ഡേ ഓഫ് ദ ലോർഡ്, ക്ലോസ് ചെയ്യുന്നത് ഈ ഭൂമിയെ ചുട്ടരിച്ചുകൊണ്ട് ഒരു പുതിയ ദിവസം വന്നുകൊണ്ടാണ്. 2 പത്രോസ് 3 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ അത് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഡേ ഓഫ് ദ ലോർഡ് എന്നുള്ളത് മനോഹരമായ ഒരു പഠനമാണ്. സൈന്യങ്ങളുടെ യഹോവയുടെ ഭയങ്കരത്വം എഴുന്നേൽക്കുന്ന ന്യായവിധിയുടെ ദിവസം. എന്നാൽ അത് കഴിയുമ്പോൾ കർത്താവ് അതിന്റെ പ്രകാശപൂരിതമായ ഭാഗം ഭൂമിക്ക് പ്രദാനം ചെയ്യുമെന്നുള്ളത് ആശ്വാസത്തിന്റെ വകയാണ്. ഇനി നമുക്ക് 6 അധ്യായത്തിലേക്ക് കടന്നു വരാം. നമ്മൾ ഇനിയും പഠിക്കുന്ന വിഷയത്തിന്റെ ഒരു പശ്ചാത്തലം നമുക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഇനിയും 6 അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ 6 അധ്യായത്തിൽ ഒരു വാക്യം കൂടെ ഞാൻ കാണിച്ചോട്ടെ. അവിടെ തന്നെ വളരെ വ്യക്തമായി 17 വാക്യം നോക്കി. 6 അധ്യായത്തിന്റെ 17 വാക്യം, അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും? ഇത് പറയുന്ന ശ്രദ്ധിക്കുക. അവരുടെ മഹാകോപ ദിവസം, ദൈവത്തിന്റെ സഭയുടെ കാലഘട്ടം കഴിഞ്ഞ ശേഷം, കൃപായുഗം അവസാനിച്ച ശേഷം അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും? എന്നാൽ ഈ മഹാകോപം, അതായത് ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 6 മുദ്രയും പൊട്ടിച്ച് കഴിയുമ്പോഴാണ് വരുന്നത്. ട്രിബുലേഷൻ, നമ്മൾ ദീർഘമായൊരു പഠനത്തിലേക്ക് പോകാതെ ഞാൻ ഓർപ്പിക്കട്ടെ, 7 വർഷം കുറഞ്ഞത് ആയിരിക്കും ഈ കാലഘട്ടം. ഈ മുദ്രകൾ പൊട്ടിക്കുന്നത്, ഈ 6 മുദ്രയും പൊട്ടിക്കുന്നത് ആദ്യ പകുതിയിലായിരിക്കും, ഫസ്റ്റ് ഹാഫ് ഓഫ് ട്രിബുലേഷൻ. അതിന്റെ ശേഷം 7ാം മുദ്ര പൊട്ടിക്കുന്നത് സെക്കൻഡ് ഹാഫ് ട്രിബുലേഷൻ തുടങ്ങുമ്പോഴായിരിക്കും. അവിടെ നിന്നാണ് പിന്നീട് 7 കാഹളത്തിന്റെ ന്യായവിധിയും 7 ക്രോധകലശം ഒഴിക്കുന്ന ന്യായം. അത് വാസ്തവത്തിൽ കണ്ടൻസ് ചെയ്ത് കുറുക്കിക്കാഴ്ച പോലെ 3.5 വർഷം കൊണ്ട് അതിഭീകരമായി ഭൂമി തന്നെ അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളകി റീൽ ചെയ്യുന്ന ഒരു ഭീകരമായ ദിവസമായിട്ട് തീരും ലാസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് ഓഫ് ട്രിബുലേഷൻ പീരീഡ്. ആ 7 വർഷത്തിന്റെ 2ാം പകുതി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി നമുക്ക് 6 അധ്യായത്തിന്റെ ഒരു പഠനത്തിലേക്ക് വരാം. അതിന്റെ 1-ാം വാക്യം, മറ്റ് ഭാഗങ്ങളൊക്കെ വിട്ടുകൊണ്ട് അതിന്റെ 1-ാം വാക്യത്തിലേക്ക് വരാം. 1-ാം വാക്യത്തിലും 3-ാം വാക്യത്തിലും 5-ാം വാക്യത്തിലും 7-ാം വാക്യത്തിലും നമ്മുടെ ഭാഷയിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് ഒരു പദപ്രയോഗമുണ്ട്. കുഞ്ഞാട് മുദ്രയിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികൾ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. 1, 3, 5, 7 ഓതറൈസ്ഡ് വേർഷനില് കം ആൻഡ് സീ, കം, വരിക എന്ന് മാത്രമേ ഉള്ളൂ. ഈ വരിക എന്ന് പറയുന്നത് യോഹന്നാനോട് ഈ ദർശനം വന്ന് കാണാൻ പറയുകയല്ല. എന്നാൽ ഇവിടെ പറയുന്നത് ഈ ഭൂമിയിൽ നടക്കുന്ന ന്യായവിധിക്ക് വേണ്ടി കം, വരിക എന്ന് വിളിക്കുമ്പോൾ, കുഞ്ഞാട് മുദ്രയിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു ഒരു വെള്ളക്കുതിര പ്രത്യക്ഷപ്പെടുകയാണ്. ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഈ ജീവികളെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. ആ ജീവികൾ കെരൂബുകളാണ്. ദൈവത്തിന്റെ ന്യായവിധിയുള്ള ബന്ധത്തിൽ ആ കെരൂബുകളുടെ ബന്ധം നമ്മൾ കഴിഞ്ഞ ദിവസം ഓർക്കുകയുണ്ടായി. ഇവിടെ നോക്കുക, വെള്ളക്കുതിര വരുന്നു. അതിന്റെ 3-ാം വാക്യം തുടങ്ങി വായിച്ചാൽ ഒരു ചുവന്ന കുതിര വരുന്നു. 5-ാം വാക്യത്തില് കറുത്ത കുതിര വരുന്നു. 7-ാം വാക്യം തുടങ്ങി മഞ്ഞളിച്ച കുതിര വരുന്നു. നോക്കുക, വരിക എന്ന് ജീവികൾ വിളിക്കുമ്പോൾ കുഞ്ഞാട് ഓരോ മുദ്ര പൊട്ടിക്കുമ്പോൾ ആദ്യം ഒരു വെള്ളക്കുതിര, പിന്നൊരു ചുവന്ന കുതിര, പിന്നൊരു കറുത്ത കുതിര, പിന്നൊരു മഞ്ഞളിച്ച കുതിര, ഇങ്ങനെ 4 കുതിരകൾ വരികയും അവ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുമ്പോൾ ഭൂമിയിൽ ഭയങ്കര വിപത്തുകൾ സംഭവിക്കുന്ന കാണുന്നു. എന്താണ് ഈ കുതിരകൾ എന്നുള്ളത് നമുക്ക് വേറെ ഒരു ദർശനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സഖറിയ പ്രവചനം 6-ാം അധ്യായം എടുത്താട്ടെ. ഇതുപോലെ തന്നെ ഒരു സംഭവം
നടന്നിട്ടുള്ളത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സഖറിയാ പ്രവചനം 6-ാം അധ്യായം നോക്കാം. 6-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 8 വരെയുള്ള വാക്യം. ഞാൻ വീണ്ടും തലപൊക്കി നോക്കിയപ്പോൾ 2 പർവ്വതങ്ങളുടെ ഇടയിൽ നിന്ന് 4 രഥം പുറപ്പെടുന്നത് കണ്ടു. ആ പർവ്വതങ്ങളോ താമ്രപർവ്വതങ്ങളായിരുന്നു. 1-ാമത്തെ രഥത്തിന് ചുവന്ന കുതിരകളെയും 2-ാമത്തെ രഥത്തിന് കറുത്ത കുതിരകളെയും 3-ാമത്തെ രഥത്തിന് വെളുത്ത കുതിരകളെയും 4-ാമത്തെ രഥത്തിന് പുള്ളികളും കാരൽ നിറവുമുള്ള കുതിരകളെയും പൂട്ടിയിരുന്നു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട്, യജമാനെ, ഇതെന്താകുന്നു എന്ന് ഞാൻ ചോദിച്ചു. ദൂതൻ എന്നോട് ഉത്തരം പറഞ്ഞത്, ഇത് സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിന്നിട്ട് പുറപ്പെടുന്ന ആകാശത്തിന്റെ 4 കാറ്റാകുന്നു. 4 കാറ്റെന്നുള്ളത് ഇംഗ്ലീഷിൽ ദേ ആർ 4 സ്പിരിറ്റ്സ് ഓഫ് ഹെവൻ. ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? 4 കാറ്റെന്നുള്ളത് മലയാളത്തിലാണ് ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയത്. ഈ 4 കുതിരകൾ എന്താണ്? ദേ ആർ 4 സ്പിരിറ്റ്സ് ഓഫ് ഹെവൻ. സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന 4 ആത്മാക്കളാണ്. പ്രവാചകനെ കാണിച്ചു കൊടുക്കുന്നു. എന്താ കാണിച്ചു കൊടുക്കുന്നത്? ഇവിടെ ഭൂമിയിൽ ഈജിപ്റ്റ് മുതലായ രാഷ്ട്രങ്ങളെ ദൈവം ന്യായവിധി നടത്തുന്ന കാര്യങ്ങളെ പ്രവാചകന് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ദൈവം കൊടുത്ത വെളിപ്പാട് ദർശനം എങ്ങനെയാണ്? 4 നിറമുള്ള കുതിരകൾ പ്രത്യക്ഷപ്പെട്ട് ഭൂമിയിൽ അത് ഊടാടി സഞ്ചരിക്കുകയാണ്. അവ സഞ്ചരിക്കുമ്പോൾ നമ്മളതിന്റെ 7-ാം വാക്യം, കാരൽ നിറമുള്ള പുറപ്പെട്ട് ഭൂമിയിൽ ഊടാടി സഞ്ചരിപ്പാൻ നോക്കി. നിങ്ങൾ ഭൂമിയിൽ ഊടാടി സഞ്ചരിപ്പിൻ എന്ന് പറഞ്ഞു. അവ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ കോപവും ഭൂമിയിൽ വരുന്ന ന്യായവിധികളെ കുറിച്ചും പിന്നീട് വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുന്നു. നമുക്ക് ആ പഠനത്തിലേക്ക് പോകാതെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാനായിട്ടാണ്, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാനായിട്ടാണ് ഈ ഭാഗം എടുത്തത്. ഇവിടെയും നോക്കാം, 4 നിറമുള്ള കുതിരകൾ പുറപ്പെട്ട് ന്യായവിധി നടത്തുന്ന വെളിപ്പെടുത്തുമ്പോൾ ഇവിടെ വളരെ വ്യക്തമായി വെളിപ്പെടുത്തി തന്നു. ഈ 4 കുതിരകള് ദൈവത്തിന്റെ സന്നിധി സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന 4 സ്പിരിറ്റുകളാണ്, ആത്മാക്കളാണ് എന്ന് വെളിപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുമ്പോൾ ഈ ജീവികൾ, കെരൂബുകൾ അനുവാദം സ്വർഗത്തിൽ കൊടുക്കുമ്പോൾ ഒന്നൊന്നായി കുതിരകൾ പുറപ്പെട്ടു വരുന്നതും സ്വർഗം അനുവദിച്ച സ്വർഗീയ ആത്മാക്കളുടെ, അല്ലെങ്കിൽ സ്പിരിറ്റ്സ് ഫ്രം ഹെവൻ, സ്വർഗത്തിന്റെ ആത്മാവ് ഭൂമിയിൽ നടത്തുന്ന പരിവർത്തനമാണ് എന്നുള്ളത് കാണാൻ സാധിക്കും. അതിന് വീണ്ടും തെളിവുണ്ട്. തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പരിചയമുള്ള വാക്യമാണ് നമുക്ക്. തെസ്സലോനിക്ക ലേഖനത്തിൽ ദൈവം ന്യായവിധിയുള്ള ബന്ധത്തിൽ ഈ പീഡനകാലത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ 2 Thessalonians chapter 2 verse 13, 2 തെസ്സലോനിയർ 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഇന്ന് രക്ഷിക്കപ്പെടാത്ത മനുഷ്യവർഗത്തോടുള്ള ബന്ധത്തിൽ ന്യായവിധി വരുവാനായിട്ട് ദൈവം നടത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നു. ദൈവം അവർക്ക് പോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കും. ദൈവം വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കും. വളരെ ഗൗരവപൂർണമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം ഇന്ന് നോക്കുക, പരിശുദ്ധാത്മാവിനെ അയച്ച് ദീർഘമായി ക്ഷമിച്ച് 2000 വർഷമായി ആ ദൈവാത്മാവ് ഈ ഭൂമിയിൽ വന്ന് സകല പാപവും ദോഷവും ദ്രോഹങ്ങളും കണ്ടും നൊന്തും പ്രവർത്തനം നടത്തി മനുഷ്യനെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തി കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിപ്പാൻ പ്രേരണ കൊടുത്തിട്ടും അവർ രക്ഷിക്കപ്പെടുവാൻ മനസ്സില്ലെങ്കിൽ ദൈവം, പിന്നീട് നമ്മൾ വായിക്കുന്ന പോലെ, ദൈവം സ്വർഗത്തിൽ നിന്ന് സ്പിരിറ്റുകളെ അയക്കുമ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ പോഷ്ക്ക് മനുഷ്യൻ വിശ്വസിക്കണം. മനുഷ്യന് ന്യായവിധി ഉണ്ടാകുവാൻ ശക്തമായ ദൈവത്തിന്റെ വ്യാപാര ശക്തി, വ്യാജത്തിന്റെ വ്യാപാര ശക്തി ഒരു പ്രത്യേക സ്പിരിറ്റ് ലോകത്തിൽ പ്രവർത്തിക്കുമ്പോൾ ലോകത്തിന് സംഭവിക്കുന്ന ന്യായവിധിയും വരുന്ന ദുരന്തത്തെക്കുറിച്ചും നമുക്ക് മാനസികമായി പോലും ചിന്തിപ്പാനായിട്ട് സാധിക്കില്ല. അത്ര ഭീകരമായ വിപത്തുകൾ ലോകത്തിൽ അഴിഞ്ഞാടാൻ പോവുകയാണ്. അതില് 1ാമത് സംഭവിക്കുന്ന കാര്യം നമ്മളിവിടെ വായിക്കുകയാണ്. നമുക്കത് 1-2 വാക്യം ഒന്നുകൂടെ വായിച്ചിട്ട് ആ ഭാഗം ഒന്ന് പഠിക്കാൻ നോക്കാം. കുഞ്ഞാട് മുദ്രകളിൽ 1 പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവി, കം എന്ന 4 ജീവികളിൽ 1 ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കാനായും പുറപ്പെട്ടു. ഇവിടെ പറഞ്ഞിരിക്കുന്ന 4 മുദ്രകൾ പൊട്ടിക്കുമ്പോഴുള്ള ന്യായവിധി മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ യേശുക്രിസ്തു മലപ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഇസ്രായേലിനുള്ള ബന്ധത്തിൽ മത്തായി 24-25 ഇപ്പൊ നമ്മൾ വായിച്ചത് മത്തായി 24-ന്റെ 5-ാം വാക്യത്തിൽ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ തന്റെ വൃതന്മാരെയും തെറ്റിക്കും എന്നുള്ളത് മത്തായി 24-ന്റെ 5-ാം വാക്യത്തിലുണ്ട്. ഇവിടെ വെള്ളക്കുതിര, വൈറ്റ് ഹോസാണ്. പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ വെള്ളക്കുതിര വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം തുടങ്ങി പറഞ്ഞിരിക്കുന്ന വെള്ളക്കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. അല്ല, വളരെ വ്യക്തമായിട്ട് അതല്ല. അല്ല എന്ന്
വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്ന വെള്ളക്കുതിരയും 19-ാം അധ്യായത്തിന് 11-ാം വാക്യം തുടങ്ങി പറഞ്ഞിരിക്കുന്ന വെള്ളക്കുതിരയും രണ്ടാണ്. ഏറ്റവും പ്രധാന മൂലഭാഷയിലുള്ള പഠനത്തിൽ 19-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ ആ വെള്ളക്കുതിരപ്പുറത്ത് ഇരിക്കുന്നവന്റെ ശിരസിൽ അനേക രാജമുടികൾ ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ഡിയാഡം എന്ന വാക്കാണ്. ഓൺ ഹിസ് ദർ ആർ മെനി റോയൽ ക്രൗൺസ്. അവന്റെ ശിരസിൽ അനേക രാജകീയ കിരീടം. വെളിപാട് 19:11 തൊട്ട് യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ അനേക രാജമുടികൾ ധരിച്ചുകൊണ്ട് അവൻ വരുന്നു. എന്നാൽ ഇവിടെ 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ അവന് കിരീടം ലഭിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്, കിരീടം ലഭിച്ചിരിക്കുന്നത് സ്റ്റെഫാനോസ് എന്ന വാക്കാണ്. സ്റ്റെഫാനോസ് എന്ന വാക്കിന്റെ ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം വിക്ടേഴ്സ് ക്രൗൺ, വിജയാളിയുടെ കിരീടം എന്നാണ്. വിജയാളിയുടെ കിരീടം. അപ്പോൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ട ഈ വ്യക്തിയുടെ ശിരസിൽ വിജയാളിയുടെ കിരീടമാണെങ്കിൽ 19:11 ആ കർത്താവിന്റെ ശിരസിലിരിക്കുന്ന കിരീടങ്ങൾ രാജകീയ കിരീടമാണ്. ആ പഠനം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാതെ ഞാൻ ഓർപ്പിക്കട്ടെ. വചനത്തിൽ വെള്ളക്കുതിര വിജയത്തിന്റെയും സമാധാനത്തിന്റെയും സിംബളാണ്. വിജയത്തിന്റെയും സമാധാനത്തിന്റെയും അടയാളമാണ്. എന്നാൽ ഇവിടോട്ട് നമ്മൾ നോക്കിയാൽ ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് അവന്റെ ഇരിക്കുന്നവന്റെ കയ്യിലൊരു വില്ലുണ്ട്. അത്രയും കൂടി നിർത്തുക. അമ്പുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. അവന്റെ കയ്യിലൊരു വില്ലുണ്ട്. അവൻ ജയിക്കാനായും പുറപ്പെട്ടിരിക്കുക. അവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, പക്ഷെ അവന്റെ കയ്യിൽ അമ്പില്ല. എന്താണ് ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നത്? വില്ല് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ വചനത്തിൽ മിലിറ്ററി പവറിനെ കാണിക്കുന്നത്, സൈനിക ശക്തിയുടെ പ്രതീകമാണ് വില്ല്. വചനത്തിൽ ഞാൻ തെളിവുകൾ തരാം. വചനത്തിൽ അനേക വാക്യങ്ങൾ എടുക്കാനുണ്ട്. 1-2 വാക്യങ്ങൾ മാത്രം നോക്കാം. ജെരമ്യാവ് 51 ഫൈനൽ ഡിഫീറ്റ് ഓഫ് ബാബിലോണിന്റെ തകർച്ചയെക്കുറിച്ച് പറയുന്ന കാര്യമാണ് 51 56 വാക്യം. 51 56 വാക്യം. യെസ്, അതിന്റെ നേരെ ബാബേലിന്റെ നേരെ തന്നെ വിനാശകൻ വന്നിരിക്കുന്നു, അതിലെ വീരന്മാർ പിടിപെട്ടിരിക്കുന്നു, അവരുടെ വില്ലെല്ലാം ഒടിഞ്ഞുപോയി. യഹോവ പ്രതികാരത്തിന്റെ ദൈവമാകുന്നു, അവൻ പകരം ചെയ്യും. ബാബിലോണെ ന്യായം വിധിക്കുമ്പോൾ വലിയ സൈനിക ശക്തിയായിരുന്ന നെബൂഖദ്നേസറിന്റെ ആ സൈന്യത്തിന്റെ ബലം നശിക്കുന്ന, സൈനിക ശക്തി നശിക്കുന്ന കാര്യം ദൈവം പറയുമ്പോൾ അവരുടെ വില്ല് എല്ലാം ഒടിഞ്ഞുപോയി. ഹോശേയാവ് 1:5 അന്നാളിൽ ഞാൻ ഇസ്രയേൽ താഴ്വരയിൽ വെച്ച് ഇസ്രയേലിന്റെ വില്ല് ഒടിച്ചു കളയും. ഈ 2 വാക്യങ്ങൾ മതി. ആ വില്ല് എന്ന് പറയുന്നത് സൈനിക ശക്തിയെ കാണിക്കുന്നുവെന്ന് ജെരമ്യാവും ഹോശേയാവിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവന്റെ ശിരസില് വെച്ചിരിക്കുന്ന കിരീടം വിക്ടേഴ്സ് ക്രൗൺ, ഒരു വിജയാളിയുടെ കിരീടമാണ്. എന്നാൽ ഇവന്റെ കയ്യില് അമ്പില്ല. യുദ്ധമില്ലാതെ, അതായത് അമ്പില്ലാതെ, യുദ്ധം ഇല്ലാതെ നമ്മളിവിടെ വായിച്ചിരിക്കുന്നു, ജയിക്കുന്നവനായും ജയിക്കാനായും പുറപ്പെട്ടിരിക്കുന്നു. ഇതെന്താണ് ഇതിന്റെ വ്യാഖ്യാനം? പഴയ നിയമത്തിൽ വളരെ വ്യക്തമായി കർത്താവായ യേശുക്രിസ്തു തന്റെ സഭയെ മാറ്റിയ ശേഷം ഈ ലോകത്തിൽ നടക്കുന്ന ഒരു സംഭവത്തോടുള്ള ബന്ധത്തിൽ ദാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായം നമുക്ക് നോക്കാം. വളരെ വ്യക്തമായി ഈ പറഞ്ഞിരിക്കുന്നതിന്റെ വ്യാഖ്യാനം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 21 തൊട്ടുള്ള വാക്യം, 21 തൊട്ട് 21 വരെ. അവന് പകരം നിന്ദിനായി ഒരുത്തൻ എഴുന്നേൽക്കും. അവന് അവർ രാജത്വ പദവി കൊടുപ്പാൻ വിചാരിച്ചിരുന്നില്ല. എങ്കിലും അവൻ സമാധാന കാലത്ത് വന്ന് ഉപായത്തോടെ രാജ്യത്വം കൈവശമാക്കും. പ്രളയതുല്യമായി സൈന്യങ്ങളും നിയമത്തിന്റെ പ്രഭുവും കൂടെ അവന്റെ മുമ്പിൽ പ്രവഹിക്കപ്പെടും, തകർന്നുവും. ആരെങ്കിലും അവനോട് സഖ്യത ചെയ്താൽ അവൻ വഞ്ചന പ്രവർത്തിക്കും. അവൻ പുറപ്പെട്ട് അല്പപടജനവുമായി വന്ന് ജയം പ്രാപിക്കും. 36-ാം വാക്യം 16 രാജാവോ ഇഷ്ടം പോലെ പ്രവർത്തിക്കും. അവൻ തന്നെത്താൻ ഉയർത്തി ഏത് ദേവനും മേലായി മഹത്വീകരിക്കുകയും ദൈവാദി ദൈവത്തിന്റെ നേരെ അപൂർവ കാര്യങ്ങളെ സംസാരിക്കുകയും കോപം നിവൃത്തിയാകോളം അവന് സാധിക്കുകയും ചെയ്യും. ഈ വാക്യം നോക്കിയ ചരിത്രപരമായി ഇതിനൊരു പശ്ചാത്തലമുണ്ടെങ്കിലും അന്തിക്രിസ്തുവിനെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നിന്ദിനായി ഒരുത്തൻ എഴുന്നേൽക്കും. അവന് രാജ്യത്വത്തിന്റെ പദവി കൊടുക്കുവാൻ ഉദ്ദേശിച്ചതല്ല. എങ്കിലും അവൻ സമാധാന കാലത്ത് വന്ന് ഉപായത്തോടെ രാജ്യത്വം കൈവശപ്പെടുത്തും. He will come peaceably and obtain the kingdoms by flatteries. He will come peaceably. സമാധാനമായിട്ട് അവൻ വന്ന് he will obtain kingdom by flatteries. അവന്റെ തന്ത്രപൂർവമായ വാക്കുകൾ കൊണ്ട്, കാപട്യം കൊണ്ട് രാജ്യത്വം അവൻ കൈവശപ്പെടുത്തും. യുദ്ധം ചെയ്യുന്നില്ല. വിജയാളിയുടെ കിരീടമാണ്. അവന്റെ കയ്യിൽ വില്ലുണ്ട്, പക്ഷേ അമ്പില്ല. ദാനിയേൽ തന്നെ 9:27
അവൻ ഒരു ആഴ്ചവട്ടത്തോട് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാവും ഹോമയാകവും നിർത്തലാക്കും. മ്ലേച്ഛതയുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ട് ഇരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നതിന്മേൽ കോപം ചൊരിയും. He shall confirm the covenant with many for 1 week. അന്തിക്രിസ്തുവിനെ കുറിച്ചാണ് ഈ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വർഗം അനുവദിക്കുമ്പോൾ, കർത്താവ് മുദ്രയിൽ ഒന്ന് പൊട്ടിക്കുമ്പോൾ വെള്ളക്കുതിര പ്രത്യക്ഷപ്പെടുന്നു. ലോകം കാപട്യത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. ഭയങ്കരമായ കാപട്യം. നമ്മൾ ഓർത്തു, ഈ കുതിര എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ട ഒരു സ്പിരിറ്റാണ്. ഇത് ഭയങ്കരമായ മനുഷ്യനെ 2 തെസ്സലോനിക്കർ 2:9-12 വരെ നമ്മൾ വായിക്കുകയുണ്ടായി. ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി. ഞാൻ പലപ്പോഴും എടുത്ത് ഓർപ്പിക്കാറുണ്ട്, ലോകം ഏറ്റവും വലിയ കാപട്യത്തിൽ വിശ്വസിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ലോകം അല്പം കൂടെ കഴിയുമ്പോൾ ഭയങ്കരമായ ഒരു വൈഷമ്യങ്ങളിലേക്ക് ലോകം നീങ്ങാൻ പോവുകയാണ്. സാമ്പത്തിക തകർച്ചയും മറ്റ് പലവിധമായ പ്രശ്നങ്ങൾ കൊണ്ടും പ്രശ്നമുഖരിതമായ ഈ ലോകത്തിൽ സമാധാനമായ ഒരു ജീവിതത്തിന് വേണ്ടി മനുഷ്യൻ കൊതിക്കുന്ന ഒരു സന്ദർഭം. ഏത് രാജ്യത്തും സിവിൽ വാറോ അതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഏത് രാജ്യത്തും അവരുടെ എക്കണോമി ഹൈപ്പർ ഇൻഫ്ലേഷൻ, വലിയ വിലക്കയറ്റവും പ്രശ്നങ്ങളും സംഭവിക്കുമ്പോൾ ഏത് മനുഷ്യനും ഒരു കാര്യം ആഗ്രഹിക്കും, ആര് ഭരിച്ചാലും വേണ്ടില്ല, ഞങ്ങൾക്ക് സമാധാനമായി ജീവിക്കണം, ഞങ്ങളുടെ സ്വത്തിനും ഞങ്ങളുടെ പണത്തിനുമൊക്കെ സുരക്ഷിതത്വം ആവശ്യമാണ്, ഒരു സാവധാനതയുള്ളൊരു ജീവിതം ആവശ്യമാണ്. അങ്ങനെ ഒരു സാഹചര്യം ലോകത്തിൽ ഉടലെടുക്കുമ്പോൾ ദൈവം അനുവദിച്ചു കൊടുക്കും, ഇങ്ങനെ ഒരു മനുഷ്യൻ, യുദ്ധം ചെയ്യാതെ മനുഷ്യൻ അവനെ കീഴ്പ്പെട്ടു കൊടുക്കുന്ന ഒരു വലിയ സംഭവം നടക്കാൻ പോവുകയാണ്. വലിയ കാപട്യം ലോകത്തിൽ നടക്കാൻ പോവുകയാണ്. അതിന് ഒരു പ്രത്യേക വ്യക്തി കൂടെ അതിനുണ്ടായിരിക്കും, കള്ളപ്രവാചകൻ. ഒരു മതനേതാവ് കൂടെ ഉണ്ടായിരിക്കും. ഇവർ തമ്മിൽ ഉടമ്പടികൾ വെക്കും. ഇവൻ അനേകരോട് ഉടമ്പടി വെക്കും. ഈ കാപട്യം ലോകത്തിൽ അനേകർ വിശ്വസിപ്പാനിടയായി മാറും. നമ്മൾ ഈ ദിവസങ്ങളിൽ പത്രങ്ങളിലും വാർത്തകളിലും മറ്റും വായിച്ചുകൊണ്ടിരിക്കുന്ന പോലെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം അറിയാം. മതങ്ങളെല്ലാം തന്നെ അന്തർദേശീയ തലത്തിൽ ഒന്നിക്കുവാൻ വേണ്ടിയുള്ള തീവ്രമായ ഒരു ശ്രമം നടക്കുന്നത് ഈ ദിവസങ്ങളിലെ പത്രവാർത്തകളിൽ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. ഇസ്ലാം അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റി ഒക്കെ ഒന്നിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ വളരെ വ്യക്തമായി വെളിപാട് പുസ്തകം 17-3 രേഖപ്പെടുത്തിയിട്ടുണ്ട്, മൃഗത്തിന് മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. വെളിപാട് പുസ്തകം 13 കരയിൽ നിന്ന് കയറുന്ന മൃഗവും കടലിൽ നിന്ന് കയറി വരുന്ന മൃഗവും, 2 മൃഗങ്ങൾ. കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം പൊളിറ്റിക്കൽ ലീഡറും, കരയിൽ നിന്ന് കയറി വരുന്ന മൃഗം അത് റിലീജിയസ് ലീഡറുമായിരിക്കും. ഇവർ 2 പേരും കൂടെ ഉടമ്പടി ഒപ്പുവെച്ചുകൊണ്ട് ഈ കള്ളപ്രവാചകൻ അല്ലെങ്കിൽ മതത്തിന്റെ നേതാവ് ഈ പൊളിറ്റിക്കൽ ലീഡറിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അദ്ദേഹം ഉയർത്തുമ്പോൾ ലോകത്തിലുള്ള മനുഷ്യരെ ഇത് വിശ്വസിപ്പാൻ ദൈവം ഭോഷ്കിന്റെ വ്യാപാര ശക്തി കൂടെ അയക്കും. ഞാൻ പലപ്പോഴും എടുത്ത് പറയാറുണ്ട്, ലോകത്തിലെ ക്രിസ്ത്യാനികള് ക്രിസ്തു മടങ്ങി വരാൻ കാത്തിരിക്കുകയാണ്. യഹൂദന്മാർ മശിഹ മടങ്ങി വരാൻ കാത്തിരിക്കുകയാണ്. ബുദ്ധമതക്കാർ 5ാമത്തെ ബുദ്ധൻ അവതരിപ്പാൻ കാത്തിരിക്കുകയാണ്. മുസ്ലിങ്ങൾ ഇമാം മഹ്ദി മടങ്ങി വരാൻ കാത്തിരിക്കുകയാണ്. ഹൈന്ദവർ ക്രിസ്ത്യൻ മടങ്ങി വരുമെന്ന് കാത്തിരിക്കുകയാണ്. ലോകത്തിലുള്ള എല്ലാ മതങ്ങളും ഒരു വലിയ മതനേതാവ് മടങ്ങി വന്ന ലോകത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിച്ച് സമാധാനപൂർണമായ ഒരു ഭരണകൂടം ലോകത്തിന് കാഴ്ചവെക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കാത്തിരിക്കുമ്പോൾ നോക്കുക, സാഹചര്യം വളരെ വ്യക്തമായി ക്രമീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ അവൻ ഈ ലോകത്തിന്റെ രാഷ്ട്രീയഗോളത്തിൽ പ്രത്യക്ഷപ്പെട്ട്, ഇവിടെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്ത പോലെ ആ സമാധാനത്തിന്റെയും വിജയത്തിന്റെ സിമ്പിളായ വെള്ളക്കുതിര അവൻ വിജയിക്കുന്നവനായി, അവൻ സമാധാന സമയത്ത് വന്ന് തന്ത്രപൂർവമായി രാഷ്ട്രങ്ങളെ യുദ്ധം ചെയ്യാതെ കൈവശപ്പെടുത്തി, അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളെ അവന് കീഴ്പ്പെടുന്ന വലിയ പ്രശ്നം ദൈവം നമുക്ക് വെളിപ്പെടുത്തിയത് നാം അത് നോക്കി മനസ്സിലാക്കാനും കാലഘട്ടത്തെ വിലയിരുത്തി ഗ്രഹിക്കാനും കൂടെയാണ്. ഇന്നത്തെ കാലഘട്ടം വാസ്തവത്തിൽ ഇതിന് പാകമായി എന്നുള്ളത് ഞാൻ ഊന്നി പറയുന്നില്ല. ലോകം അതിനുവേണ്ടി വളരെ വ്യക്തമായി പാകമായി കഴിഞ്ഞു എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? അതിന്റെ 3-ാം വാക്യം, അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക കം എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്ത് ഇരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. ഒരു ദീർഘമായ പഠനത്തിന് ഉതകുന്ന ഒരു പ്രഖ്യാപനമാണ് ഇവിടെ. ചുവന്ന കുതിര, അത് ചോരയുടെ നിറം, ബ്ലഡ് റെഡ് ഹോഴ്സ്, യുദ്ധത്തിന്റെ പ്രതീകമാണ്. കഥാവായ യേശുക്രിസ്തു മത്തായി 24-6 വാക്യത്തിൽ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നിങ്ങൾ കേൾക്കും, അതിന്റെ ഇന്റൻസിറ്റി വർദ്ധിക്കും,
ഇവിടെ വരുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റി കുറച്ചുകൂടെ കാഠിന്യമാകുകയാണ്. ആ പീഡനകാലത്തിൽ അത് കാഠിന്യമായി, അതിന്റെ അവസാനത്തിൽ വരുമ്പോൾ ഭൂമി യുദ്ധമല്ലാതെ മറ്റൊന്നും കാണാതെ വണ്ണം കഠിനമായി മാറുവാൻ ഈ സമാധാനം ദൈവം എടുത്തും കളയും. ഇവിടെ നമ്മൾ വായിക്കുന്നു, മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കോണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളഞ്ഞു. അന്യോന്യം കൊല്ലുവാൻ. നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കൊരു കാര്യം അറിയാം. അൽ-ഖ്വയ്ദയെക്കുറിച്ചും ടെററിസത്തെക്കുറിച്ചും നമുക്ക് വളരെ വ്യക്തമായി കാര്യങ്ങൾ ഇന്ന് അറിയാവുന്നത് കൊണ്ട് വളരെ വിശദമായി ഞാനത് ഓർപ്പിക്കാതെ പറയട്ടെ. ഇന്നത്തെ ലോക രാഷ്ട്രീയ അന്തരീക്ഷം ശ്രദ്ധിച്ചാൽ, ഉദാഹരണമായിട്ട് ഇസ്ലാമിക് രാഷ്ട്രങ്ങളിൽ ആ രാഷ്ട്രങ്ങളെല്ലാം രണ്ടായിട്ട് വിഭാഗിക്കപ്പെട്ടിരിക്കുകയാണ്. മിതവാദികളും തീവ്രവാദികളും. ഈജിപ്തിലെ, സൗദി അറേബ്യയിലെ, ബഹ്റിനിലെ, ഖത്തറിലെ, ലോകത്തിലുള്ള മിക്ക രാജ്യങ്ങളിലും, ഇസ്ലാമിക് രാജ്യങ്ങൾ മുഴുവൻ അൽ-ഖ്വയ്ദയുടെ പ്രവർത്തനം, അതായത് 30 രാജ്യങ്ങളിലെങ്കിലും കുറഞ്ഞത് അവരുടെ നെറ്റ്വർക്കും അവരുടെ ഫോളോവേഴ്സും അവരുടെ പ്രവർത്തനങ്ങളും ഇസ്ലാം തീവ്രവാദം വളരെ ശക്തിപ്പെട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അത് പടർന്ന് പന്തലിച്ചപ്പോൾ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഒന്നായി അതിനെതിരായിട്ട്, ടെററിസത്തിനായിട്ട് എല്ലാ ലോകരാഷ്ട്രങ്ങളും ഇന്ന് ഉദ്ഘോഷിക്കുന്ന ഒരു ശബ്ദമാണ് ടെററിസത്തിനെതിരായിട്ട് ശബ്ദം ഉയർത്തുന്നത്. വചനത്തിൽ എത്ര വ്യക്തമായി ലൂക്കോസ് 21 യേശുക്രിസ്തു അത് പറഞ്ഞിരുന്നു, അന്ത്യകാലത്ത് ടെററിസം ഉണ്ടാകും. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇന്ന് സൗദി അറേബ്യയിലും ഖത്തറിലും ഈജിപ്തിലും ഒക്കെ ഈ ഭീകരവാദികളെ അടിച്ചമർത്തി വെച്ചിരിക്കുക. എന്നിട്ടും സ്ഫോടനങ്ങളും വെടികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവം ഈ സന്ദർഭത്തിൽ സമാധാനം എടുത്തു കളയുന്ന സന്ദർഭത്തിൽ എന്ത് സംഭവിക്കുന്നറിയാമോ? ഇവർ അന്യോന്യം, അതായത് ഇസ്ലാമിക് രാഷ്ട്രങ്ങളിൽ തന്നെ അന്യോന്യം കലഹങ്ങൾ സംഭവിക്കും. ഇവിടെ നമ്മൾ വായിക്കുന്നതാണ്, അവർ അന്യോന്യം കൊല്ലും. ഒരു വാക്യം, 1-2 വാക്യം നോക്കാം. യെശയ്യാവ് 19:2 വാക്യം നോക്കിയേ. വളരെ വ്യക്തമായിട്ട് അതൊരു ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ പ്രതീകമായി അല്ല, ആ രാഷ്ട്രങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായ ഈജിപ്തിനുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന നോക്കുകയും. യെശയ്യാവ് 19:2 വാക്യം. യെശയ്യാവ് 19:2. ഞാൻ മിസ്രൈമ്യരോട് കലഹിപ്പിക്കും. അവർ ഓരോരുത്തൻ താൻ തന്റെ സഹോദരനോടും ഓരോരുത്തൻ താൻ തന്റെ കൂട്ടുകാരനോടും പട്ടണത്തോടും രാജ്യത്തോടും യുദ്ധം ചെയ്യും. ആഭ്യന്തര കലഹം. ഞാൻ മിസ്രൈമ്യരോട് കലഹിപ്പിക്കും. അവർ ഓരോരുത്തൻ താൻ തന്റെ സഹോദരനോടും ഓരോരുത്തൻ താൻ തന്റെ കൂട്ടുകാരനോടും പട്ടണത്തോടും രാജ്യത്തോടും യുദ്ധം ചെയ്യും. ഈജിപ്റ്റ് അറേബ്യൻ രാജ്യങ്ങളുടെ തലവനാണ്. ഈജിപ്റ്റ് ഇസ്ലാമിക് രാഷ്ട്രമാണ്. ഈജിപ്തിൽ തീവ്രവാദം വളരെ ശക്തമാണ്. അൽ-ഖ്വയ്ദയുടെ വേരുകൾ വളരെ ശക്തമാണ്. എന്നാൽ അത് അടിച്ചമർത്തി ഭരണകൂടം വെച്ചിരിക്കുകയാണ്. സൗദി അറേബ്യ, ഈജിപ്റ്റ്, ഖത്തർ, ബഹ്റിന്, ഇവിടെയൊക്കെ നോക്കിക്കോ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കുന്നു അവരുടെ സ്ഫോടനങ്ങൾ നടക്കുന്നു, തീവ്രവാദികൾ. അടുത്ത സമയത്തും പത്രങ്ങളിൽ വായിച്ചു, സൗദി അറേബ്യയിൽ ഏറ്റുമുട്ടി ആശുപത്രിയിലെ, ജയിലിലെ ഒക്കെ ബോംബ് പൊട്ടുന്ന കാണുന്നു. നമ്മൾ അതൊക്കെ അങ്ങനെ അവിടെ ഇസ്ലാമിക് രാഷ്ട്രങ്ങളിൽ സംഭവിക്കണമെങ്കിൽ നമ്മൾ ഒരു കാര്യം മറക്കരുത്, അവിടെ ഇതിന്റെ വേരുകൾ വളരെ ശക്തമാണ്, വളരെ ശക്തമാണ്. എന്നാൽ ഇന്ന് ദൈവജനം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സമാധാനം ഭൂമിയിൽ ദൈവം അനുവദിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ഭീകരവാദികൾക്ക് പ്രവർത്തിപ്പാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ദൈവം സമാധാനം എടുത്തു കളയും. അന്ന് ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ അന്യോന്യം ഇവർ പോരാടും. മറ്റൊരു വാക്യം സക്കറിയാവ് 14:13 നോക്കിയ. സക്കറിയാവ് 14:13. അന്നാളിൽ യഹോവയാൽ ഒരു മഹാപരാഭാവം അവരുടെ ഇടയിൽ ഉണ്ടാകും. അവർ ഓരോരുത്തൻ താന്റെ കൂട്ടുകാരന്റെ കൈ പിടിക്കും. ഒരുത്തന്റെ കൈ മറ്റവന്റെ നേരെ പൊങ്ങും. യഹൂദയും യെരുശലേമും യുദ്ധം ചെയ്യും. നോക്കുക, ഒരുത്തന്റെ കൈ ഒരുത്തന്റെ നേരെ പൊങ്ങും, അന്യോന്യം കൊല്ലും. വേൾഡ് വിൽ ബി ഇൻ എ റിയൽ ചാവോട്ടിക് ഡിസ്ട്രക്റ്റീവ് വേ. ലോകം മുഴുവൻ ഒരു ആഭ്യന്തര കലഹത്തിന്റെ ഡിസ്ട്രക്ഷൻ. നോക്കുക, പ്രത്യക്ഷമായ യുദ്ധങ്ങൾ മാത്രമല്ല, അന്യോന്യമുള്ള യുദ്ധം മാത്രമല്ല, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധം മാത്രമല്ല, ആന്തരികമായ യുദ്ധവും നടക്കും. അതിനുവേണ്ടി കളമൊരുക്കപ്പെട്ട ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. വളരെ വ്യക്തമായ യേശുക്രിസ്തു ലൂക്കോസ് 21 നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഞാൻ ആ മീറ്റിങ്ങുകളെടുത്ത് കാണിക്കുകയുണ്ടായി. ടെററിസം, കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, അത് തൻ്റെ വരവിന് മുമ്പ് സംഭവിക്കുന്ന സംഭവമാണ്, തൻ്റെ വരവിനുള്ള ബന്ധത്തിലുള്ള ലക്ഷണമാണെന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. ആർക്കെങ്കിലും അത് അറിയണമെങ്കിൽ ലൂക്കോസ് 21 തിരിഞ്ഞു നോക്കിയാൽ മതി. എത്ര വ്യക്തമായിട്ടാണ് കർത്താവ് ആ കാര്യങ്ങളോടെ ചൂണ്ടിക്കാണിച്ചത്. 21:11 വലിയ ഭൂകമ്പം, ക്ഷാമം, മഹാവ്യാധി അവിടെ ഇവിടെ ഉണ്ടാകും, ഭയങ്കര കാഴ്ചകൾ. ആ ഭയങ്കര കാഴ്ച എന്ന് പറയുന്നത് ഫിയർഫുൾ സൈറ്റ്സ്. വളരെ വ്യക്തമായി അവിടെ മറ്റ് ട്രാൻസ്ലേഷൻ, റിക്കവറി വേർഷനിലൊക്കെ there will be terrors, ഭീകരത സംഭവിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. വളരെ ക്ലിയർ ആയിട്ട് കർത്താവ് നൽകിയ ഒരു അടയാളമാണ്. അങ്ങനെ കഴിഞ്ഞ നാളുകളിൽ ഒന്നും, മനുഷ്യ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഒന്നും ഇങ്ങനെ ഒരു ഫിനോമിന ലോകം കണ്ടിട്ടില്ല.
ആ ഫിനോമിന കണ്ട ഒരു തലമുറയാണ് ഞാനും നിങ്ങളും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ കർത്താവിന്റെ വരവിന്റെ അവസാന ദിവസങ്ങളിൽ ഈ സംഭവങ്ങൾ നടക്കുവാൻ വേണ്ടി അതിന്റെ വിത്തുകൾ പാകിക്കഴിഞ്ഞ ഒരു ദിവസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാത്രമല്ല, ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു വലിയ വാളും കിട്ടി. വാള് യുദ്ധത്തിന്റെ സിമ്പിളാണെങ്കിലും നമ്മൾ ഒരു കാര്യം മറക്കരുത്, അതായത് സോഡ് ഈസ് ദ എംബ്ലം ഓഫ് ഇസ്ലാം. ഇസ്ലാമിന്റെ എംബ്ലമാണ് വാളെന്നുള്ളത് മറക്കരുത്. ഇവിടെ വാള് കിട്ടി എന്ന് പറയുമ്പോൾ യുദ്ധം ആരംഭിക്കും. മാത്രമല്ല, വളരെ വ്യക്തമായ ദാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ 40 തൊട്ട് 44 വരെയുള്ള വാക്യത്തിൽ അവസാന യുദ്ധം എങ്ങനെ നടക്കുമെന്ന് വെളിപ്പെടുത്തിയപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് എഴുതി തന്നു, തെക്കേ ദേശത്തിലെ രാജാവ് അവനോട് എതിർത്ത് മുട്ടും. തെക്കേ ദേശം ഇസ്രായേലിന്റെ തെക്ക് ഭാഗത്ത് കിടക്കുന്നത് ഈജിപ്റ്റാണ്. അറേബ്യൻ രാജ്യമാണ് ആദ്യം യുദ്ധം ആരംഭിക്കുന്നത്. ഈജിപ്റ്റ് യുദ്ധം ആരംഭിക്കുമ്പോൾ പിന്നീട് നടക്കുന്ന യുദ്ധത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ലോകം മുഴുവൻ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ട് ആഭ്യന്തര യുദ്ധങ്ങളും ആരംഭിക്കുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഓർത്തു, വെള്ളക്കുതിര പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ചുവന്ന കുതിര പ്രത്യക്ഷപ്പെടുന്നത്. വെള്ളക്കുതിര 1 തെസ്സലോനിക്കർ 5:3 പൗലോസ് വളരെ വ്യക്തമായി പറഞ്ഞു, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം ഭവിക്കും. അന്തിക്രിസ്തുവിന്റെ ഭരണം ലോകത്തിൽ സമാധാനമെന്ന് എണ്ണി സമാധാനത്തോടുകൂടെ നിൽക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് പ്രത്യേകാല് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തത് ക്ഷാമത്തോട്, അതോടെ പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തിയേക്കാം. ക്ഷാമത്തോടുള്ള ബന്ധത്തിലാണ് 5-6 വാക്യം. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് ഒരു തുലാശ കയ്യിൽ പിടിച്ചിരുന്നു. 1 പണത്തിന് 1 ഇടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുതെന്ന് 4 ജീവികൾ നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. മത്തായി 24:7 കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ക്ഷാമം. ആ ക്ഷാമത്തിന്റെ ഇന്റൻസിറ്റി ഇവിടെ വർദ്ധിക്കുകയാണ്. ക്ഷാമമാണെന്നുള്ളതിന്റെ തെളിവ് ലെമന്റേഷൻ, വിലാപങ്ങളുടെ പുസ്തകം 5:10 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ക്ഷാമത്തിന്റെ കാഠിന്യത്താൽ ഞങ്ങളുടെ ത്വക്ക് അടുപ്പ് പോലെ കറുത്തിരിക്കുന്നു. ക്ഷാമത്തിന്റെ കാഠിന്യ നിമിത്തം ഞങ്ങളുടെ ത്വക്ക് അടുപ്പ് പോലെ കറുത്ത്. ഈ കറുത്ത കുതിര ഫാമിൻ അല്ലെങ്കിൽ ക്ഷാമത്തിന്റെ സിമ്പിളാണ്. 2 കയ്യിൽ തുലാശ് പിടിച്ചിരിക്കുന്നു. ആ തുലാശ് അപ്പം തൂക്കി കൊടുക്കുന്നതിന്റെ എംബ്ലമാണ്. ലേവ്യർ 26:26 അപ്പം തൂക്കി കൊടുക്കുന്നത് ക്ഷാമത്തെ വരച്ചു കാണിക്കുന്നു. ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകും എന്ന് കർത്താവായ യേശുക്രിസ്തു. 1 പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, 1 പണത്തിന് 3 ഇടങ്ങഴി യവം. യോഹന്നാൻ ഇത് രേഖപ്പെടുത്തുന്ന കാലത്ത് 1 പണം ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തെ വേജാണ്. എന്നാൽ ഇവിടെ വീണ്ടും നമുക്ക് പഠിക്കാൻ കഴിയുന്നു, 1 ഇടങ്ങഴി എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തെ ആഹാരമാണ്. 1 ഇടങ്ങഴി മന്ന ഒരു ദിവസത്തേക്ക് അനുവദിച്ചു. ഒരു ദിവസം ഒരു മനുഷ്യൻ കഴിക്കുന്ന ആഹാരം 1 ഇടങ്ങഴി. അത് വചനത്തിലെ എംബ്ലമാണ്. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് ഈ ക്ഷാമത്തിന്റെ കാഠിന്യം അളക്കാൻ സാധിക്കും. ഒരു മനുഷ്യൻ ജോലി ചെയ്താൽ അന്നത്തെ കൂലി കൊണ്ട് അവന്റെ വിശപ്പടക്കുവാൻ സാധിക്കും. എന്നാൽ അവന്റെ കുടുംബത്തിന് ആഹാരം മേടിപ്പാനില്ല. എന്നാൽ കുറച്ചുകൂടെ ഇൻഫീരിയറായ, അതായത് ഇവിടെ പറയുന്ന പോലെ യവം, അതായത് ഗോതമ്പിനെക്കാട്ടിൽ കുറച്ചുകൂടെ താഴെ ഒരു ഭക്ഷണമാണ് യവം. ആ യവം മേടിക്കുകയാണെങ്കിൽ 3 പേരുടെ ആഹാരം മേടിക്കാം, 3 ഇടങ്ങഴി മേടിക്കാം. ക്ഷാമത്തിന്റെ കാഠിന്യം നമ്മളവിടെ കാണുകയാണ്. വളരെ ഭയങ്കരമായ ക്ഷാമം. ഇവിടെയും വളരെ വിശദമായി ചിന്തിപ്പാനായിട്ടുണ്ട്. ലോകത്തിന്റെ വലിയ ഏജൻസീസ്, UN മുതലായ ഏജൻസീസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ചൂണ്ടിക്കാണിച്ച പോലെ താമസിയാതെ വലിയ ക്ഷാമഭൂമിയിൽ വരുമെന്ന് വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു. ലോക ജനസംഖ്യാ സ്ഫോടനം ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു ഭൂമിയിൽ 2000 വർഷം മുമ്പ് വന്നപ്പോൾ ഈ ഭൂമിയിൽ 25 കോടി ജനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ യേശുക്രിസ്തു വന്ന ശേഷം ഇന്ന് മനുഷ്യന്റെ ജനസംഖ്യ 700 കോടിയായി. അതായത് ആദം ഹവ്വയിൽ നിന്ന് 4000 വർഷം എടുത്തു ജനസംഖ്യ വർദ്ധിച്ച് 25 കോടിയാകുവാൻ. ആ 25 കോടി 50 കോടിയാകുവാൻ വീണ്ടും ഒരു 1650 ഈ 25 കോടി 50 കോടിയായത്. ആ 50 കോടി 100 കോടിയാകുവാൻ പിന്നെയും 200 വർഷം എടുത്തു. 1850 200 കോടിയായി. അത് പിന്നെയും ഇരട്ടിയാകുവാൻ ഒരു 30 വർഷം എടുത്തു. അത് പിന്നെയും ഒരു 100 കോടിയോട് വർദ്ധിക്കുവാൻ അത് 20 വർഷം എടുത്തു. എന്നാൽ ഇന്നത്തെ സംഭവം ചോദിച്ചാൽ ഒരു മാസം 1 കോടി ജനങ്ങളെങ്കിലും ഭൂമിയിൽ വർദ്ധിക്കുന്നു. ഒരു മാസം 1 കോടി ജനം. അങ്ങനെ വരുമ്പോൾ ഒരു വർഷം 10 കോടി ജനങ്ങളെങ്കിലും വർദ്ധിക്കുന്നു.
10 വർഷം കൊണ്ട് കുറഞ്ഞത് 100 കോടി ജനങ്ങളെങ്കിലും ഭൂമിയിൽ വർദ്ധിക്കുന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇന്ന് തന്നെ ഭൂമിയിൽ ഭക്ഷണം എല്ലാവർക്കും കൊടുക്കാനില്ല. ഭൂമിയുടെ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 കോടി 10 വർഷം കൊണ്ട് വർദ്ധിക്കുകയാണ്. അതുപോലെ തന്നെ ഭൂമിയുടെ കാലാവസ്ഥയ്ക്ക് വന്ന വലിയ വ്യത്യാസം, കാലാവസ്ഥയുടെ വ്യത്യാസം വളരെ വ്യക്തമായി നാമും അനുഭവിക്കുന്നു. ചൂട് വളരെ വർദ്ധിച്ച മനുഷ്യ ചരിത്രത്തിൽ ഇതുപോലെ ചൂട് കൂടിയ കാലഘട്ടം ഉണ്ടായിട്ടില്ല. കൃഷിഭൂമികൾ വരണ്ടുകൊണ്ടിരിക്കുകയാണ്. വെള്ളം മനുഷ്യന് ആവശ്യത്തിനില്ല. ഭൂമി ഒരു ഭയങ്കരമായ വിപത്തിനെ നോക്കുമ്പോൾ UN മുതലായ ഏജൻസികൾ വളരെ വ്യക്തമായി പഠനങ്ങൾ നടത്തി ചൂണ്ടിക്കാണിക്കുന്നു, താമസിയാതെ ഭൂമി വലിയ ക്ഷാമത്തിലേക്ക് പോകും. വലിയ മരണം ഭൂമിക്ക് സംഭവിക്കാൻ പോകുന്നുവെന്ന് വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ നോക്കിയെ കർത്താവിലൂടെ വെളിപ്പെടുത്തിയ പോലെ അന്യോന്യം കൊല്ലുവാനുള്ള ഭീകരത, ക്ഷാമം കടന്നു വരാനുള്ള സംഭവങ്ങൾ, എല്ലാത്തിൻ്റെയും ബേസുകൾ ഒരുങ്ങിയിരിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്കൊരു കാര്യം അറിയാം. കർത്താവ് നമ്മോട് വാക്ക് പറഞ്ഞു, ഇത് സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കാക്കും എന്ന് വാക്ക് പറഞ്ഞു. ഇതിന്റെ ഇന്റൻസിറ്റി ക്ലൈമാക്സിലേക്ക് വരുന്നതിന് മുമ്പ് നാം മാറ്റപ്പെടുവാൻ സമയമായെങ്കിൽ, കാര്യങ്ങൾ ഇതുപോലെ ഒരുങ്ങുന്നെങ്കിൽ ദൈവമക്കളായി നമുക്ക് വ്യക്തമായി അറിയാം നമ്മുടെ കർത്താവിന്റെ വരവ് സമീപിച്ചു കഴിഞ്ഞു. ഉണർന്നും സുബോധമുള്ളവരായി, നിർമ്മലതയും വിശുദ്ധിയുള്ളവരായി കർത്താവിനെ സേവിച്ചുകൊണ്ട് ഭയത്തോടെ ജീവിക്കാം. ദൈവം ഇത് സൂക്ഷിച്ചു നോക്കുവാൻ, ശ്രദ്ധ വെച്ച് ചെവി തന്ന് ഈ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ ആവശ്യപ്പെട്ടത് ഒരു പക്ഷെങ്കിൽ കാലഘട്ടത്തെ വിലയിരുത്തി ഗ്രഹിച്ച് കുറച്ചുകൂടെ അവനോട് അടുത്ത് ജീവിപ്പാനായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.